അങ്ങനെ സാന്ദ്ര വിളിച്ചിട്ട് നിധിയോട് പറയുന്നുണ്ട് അങ്ങോട്ടേക്ക് ചെല്ലാൻ. വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ തൻ്റെ സർട്ടിഫിക്കറ്റ്സ് എല്ലാം തന്നെ തരാമെന്ന് പറയും. ശരിക്കും പറഞ്ഞാൽ നിധിയെ കൊടുക്കാനുള്ള ഒരു ഒന്നാം തരം ട്രാപ്പായിരുന്നു അത്. അതൊന്നും തന്നെ നിധി അറിയുന്നില്ല. സാന്ദ്രയെ കൊണ്ട് അങ്ങനെയൊക്കെ പറയിപ്പിച്ചതാണ്. ഹേമ പറഞ്ഞു കൊടുക്കുകയാണ് വീട്ടിൽ വരുവാണെങ്കിൽ സർട്ടിഫിക്കറ്റ് എല്ലാം തരാമെന്ന് പറയാൻ. അങ്ങനെ വരുന്ന നിധിയെ അവർ അവിടെ പിടിച്ചു നിർത്തുകയായിരുന്നു. അവരുടെ ആ ഒരു പ്ലാനിങ്ങും പരിപാടികളൊക്കെ. അങ്ങനെ വീട്ടിലേക്ക് കയറി വരുന്ന നിധിയെ അവിടെ പിടിച്ചു നിർത്താനായിരുന്നു അവരുടെ പ്ലാനിങ്. പിന്നീട് നിധി സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ വേണ്ടി പോകുന്ന കാര്യമെല്ലാം വീട്ടിൽ പറഞ്ഞപ്പോൾ സുധീഷിന് ആകെ ടെൻഷനായി. എൻ്റെ ദൈവമേ, ഇനി ഇവൾ ഇവിടെ നിന്നും പോയിട്ടുണ്ടെങ്കിൽ ഇനി ഇവളെങ്ങാനും ഇങ്ങോട്ടേക്ക് തിരികെ വരുമോ? അവിടെ ചെന്നാൽ അവരെങ്ങാനും അവിടെ പിടിച്ചു നിർത്തുമോ എന്ന് സുധീഷിന് പേടിയായിരുന്നു. ഒടുവിൽ സുധീഷ് സുഭാഷിനോട് ഈ ഒരു കാര്യം പറയുന്നുണ്ട്. ഏട്ടാ, എനിക്ക് നല്ല പേടിയുണ്ട് കേട്ടോ, എന്തൊക്കെ സംഭവിക്കുമെന്നൊന്നും അറിയില്ല. ഒടുവിൽ പറഞ്ഞു, നീ എന്നാ പോവാൻ നോക്ക്. പക്ഷേ സുധീഷ് പോയിട്ടുണ്ടെങ്കിൽ പ്രശ്നം കൂടുമെന്ന് കരുതി നിധി പറഞ്ഞു, വേണ്ട സുധീഷ് എൻ്റെ കൂടെ വരണ്ട എന്ന്. ഒടുവിൽ നികേഷ് അവിടെ വെറുതെ ഇരിക്കല്ലേ, നികേഷിനോട് കൂടെ പോവാൻ പറയാണ്. നികേഷിന് വലിയ സന്തോഷമായിരുന്നു നിധി ചേച്ചിയോടൊപ്പം പോവാൻ. വീട്ടിലിങ്ങനെ വെറുതെ ഇരിക്കുന്നതിനേക്കാൾ നല്ലത് നിധി ചേച്ചിക്കൊപ്പം പുറത്തേക്ക് പോവുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചു പോവാലോ, ഒരു കൂട്ടുമായല്ലോ, വെറുതെ വീട്ടിലിരിക്കണ്ട എന്നൊരു ചിന്തയായിരുന്നു നികേഷിന്. അങ്ങനെ നിധിയും നികേഷും കൂടി സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാനായിട്ട് നിധിയുടെ വീട്ടിലേക്ക് പോവുകയാണ്. പോകുന്ന സമയത്ത് തന്നെ സുധീഷിന് നല്ല ടെൻഷനായിരുന്നു. എങ്ങനെയാവും എന്താവും എന്നൊക്കെ ആലോചിച്ചിട്ട്. അങ്ങനെ അവരൊരു ഓട്ടോയിൽ കയറി വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് നികേഷ് നിധിയോട് ചോദിക്കുന്നുണ്ട്, ചേച്ചി ഈ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ എവിടെ നിന്നാണ്? വീട്ടിൽ പോയി വാങ്ങിക്കാനാണോ അതോ ഇനിയിപ്പോൾ വേറെ എങ്ങോട്ടെങ്കിലും കൊണ്ടുതരുമോ എന്ന്. നിധി പറഞ്ഞു, വീട്ടിലേക്ക് പോവേണ്ട കാര്യം വരില്ലെന്നാ സാന്ദ്രേച്ചി പറഞ്ഞത്, എവിടെയെങ്കിലും വെച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വീട്ടിലേക്ക് പോകാനൊന്നും പറ്റില്ലല്ലോ, അവിടെ അച്ഛനും അമ്മയൊക്കെ കാണും, അവർക്കൊന്നും എന്നെ കാണുന്നത് പോലും ഇഷ്ടപ്പെടില്ലല്ലോ, അതുകൊണ്ട് അങ്ങോട്ടേക്ക് പോകുന്നില്ല എന്ന് പറയാണ്. അങ്ങനെ അവർ രണ്ടുപേരും അങ്ങ് പോയി. ആ സമയം സുധീഷിന് ഭയങ്കര ടെൻഷനായിരുന്നു. ദൈവമേ, നിധി പോയിട്ട് തിരികെ വരുമോ എന്തോ, ഇനി വന്നില്ല എങ്കിൽ തൻ്റെ കാര്യമാകെ തകർന്നു പോകുമെന്നൊരു ചിന്തയായിരുന്നു അവന്. ഒടുവിൽ സുധീഷ് നേരെ ഹരീഷിൻ്റെ വർക്ക്ഷോപ്പിലേക്ക് ചെല്ലുകയാണ്. ഇന്ന് വരെ വർക്ക്ഷോപ്പിൽ പോകാത്ത സുധീഷ് അവൻ അവിടെ ചെല്ലുന്നത് കണ്ടിട്ട് ഹരീഷ് ചോദിച്ചു, ആഹാ, ഇതെന്തൊരു അത്ഭുതം, ഇതെന്ത് പറ്റിയടാ ഈ ഒരു വഴിക്കൊക്കെ? ഇങ്ങനെയൊന്നും നീ ഇങ്ങോട്ടേക്ക് വരാറേ ഇല്ലല്ലോ എന്ന് പറയും. അന്നേരം സുധീഷ് പറയുന്നുണ്ട്, എടാ എനിക്കെന്തോ വീട്ടിലിരുന്നിട്ട് ഭയങ്കര ടെൻഷനാണ്. എന്തിനെന്ന് ചോദിച്ചപ്പോൾ, അല്ല നിധിയും നികേഷും കൂടി സർട്ടിഫിക്കറ്റ്സ് വാങ്ങാൻ വേണ്ടി പോയതല്ലേ, അപ്പോൾ ഇനി എന്താവുമെന്നൊന്നും അറിയില്ലല്ലോ. അവിടെ ചെന്ന് കഴിയുമ്പോഴേക്കും അവളുടെ മനസ്സ് മാറി അവരെല്ലാവരും അവിടെ പിടിച്ചു നിർത്തുമോ എന്നൊരു പേടി. എന്തിന്? നിങ്ങളുടെ സ്നേഹം അത്രയ്ക്കേ ഉള്ളൂ? അത്ര ദുർബലമായ സ്നേഹമാണോ വീട്ടുകാരെ കണ്ടു കഴിയുമ്പോഴേക്കും അങ്ങനെ പിന്നാലെ അങ്ങ് പോവാനേ? അപ്പോൾ ഇത്രയും കാലം നിങ്ങൾ സ്നേഹിച്ചത് വെറുതെയാണോ? ഹരീഷിനറിയില്ലല്ലോ നിധിയും സുധീഷും കൂടെ കല്യാണം കഴിച്ചത് എങ്ങനെയാണെന്നുള്ള കാര്യം, അതുകൊണ്ടാട്ടോ അങ്ങനെയൊക്കെ ചോദിക്കുന്നത്. അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ സുധീഷിന് നല്ല ദേഷ്യമായി. എടാ, നീ കൂടുതലൊന്നും പറയണ്ട, ഞങ്ങളുടെ സ്നേഹം അങ്ങനെയൊന്നുമല്ല, നല്ല ഉറപ്പുള്ള സ്നേഹം തന്നെയാണെന്നൊക്കെ പറയും. പിന്നെ എന്നിട്ടാണോ ഇത്ര പേടിക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് ഹരീഷ്. അങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞു കൊടുത്തിട്ട് അവർ വീണ്ടും അവിടെ കടന്ന് വഴക്കുണ്ടാക്കി. വീട്ടിലെ വഴക്ക് പോരാഞ്ഞിട്ടതാ വർക്ക്ഷോപ്പിലും വഴക്ക്. സുധീഷ് പറയുന്നുണ്ട്, എടാ എനിക്ക് നല്ലൊരു കാണാൻ കൊള്ളാവുന്ന വിദ്യാഭ്യാസമുള്ളൊരു പെണ്ണിനെ കിട്ടിയതിൻ്റെ അസൂയടാ നിനക്ക് എന്നൊക്കെ പറയും. ഇത് കേട്ടപ്പോൾ ഹരീഷ് വിട്ടുകൊടുക്കില്ല. ഹരീഷ് പറയുന്നത്, പിന്നെ വലിയ കേമിയായി പോയി, ഒരു പെണ്ണിനെ കിട്ടിയെന്ന് പറഞ്ഞ് ഇങ്ങനെ നാണമുണ്ടോടാ ഇങ്ങനെയൊക്കെ വന്ന് ചോദിക്കാൻ. ഒടുവിൽ സുധീഷ് പറഞ്ഞു, എടാ എനിക്ക് എൻ്റെ ടെൻഷൻ കൂടി ഞാൻ എന്തൊക്കെയോ പറഞ്ഞു പോകുന്നതാണ്, എന്ത് ചെയ്യണമെന്നത് പോലും എനിക്കറിയില്ല. അങ്ങനെ സുധീഷ് ടെൻഷനോട് കൂടെ തന്നെ അവിടെ നിന്നും ഇറങ്ങുകയാണ്. ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ലെന്ന് അവന് മനസ്സിലായി. ടെൻഷൻ കാരണം വല്ലാത്തൊരു ബുദ്ധിമുട്ടിലായിരുന്നു സുധീഷ്. അങ്ങനെ അവർ ടൗണിൽ ചെന്നിറങ്ങിയപ്പോഴേക്കും സുധീഷ് സാന്ദ്രയെ വിളിക്കുന്നുണ്ട്. ചേച്ചി എവിടെയാണ്? ഞാനവിടെ ടൗണിലുണ്ട്, എൻ്റെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട് എന്ന് പറയും. അത് കേട്ടതോട് കൂടി തന്നെ ഹേമ അവിടെ ഉണ്ടായിരുന്നു. ലൗഡ് സ്പീക്കറിലിട്ടുകൊണ്ടാണ് സാന്ദ്ര സംസാരിക്കുന്നത്. പെട്ടെന്ന് തന്നെ സാന്ദ്ര പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, നീ ഇങ്ങോട്ടേക്ക് വീട്ടിലേക്ക് വാ എന്ന് പറയും. ഹേമയാണ് അങ്ങനെ പറഞ്ഞത്. വീട്ടിലേക്കോ? അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഏട്ടനോ അച്ഛനോ കാണില്ലേ, അവരൊന്നും ഇവിടെ ഇല്ല, ഇപ്പോൾ തൽക്കാലം നീ ഇങ്ങോട്ടേക്ക് വാ. അപ്പോൾ അമ്മയോ? അമ്മക്കെല്ലാം അറിയാം, അമ്മ എനിക്ക് സർട്ടിഫിക്കറ്റ്സ് ഒക്കെ എടുത്തു തന്നു എന്ന് പറയാണ് സാന്ദ്ര. പിന്നെ പ്രത്യേകിച്ച് സംശയമൊന്നും തോന്നിയില്ല കേട്ടോ നിധിക്ക്. അതുകൊണ്ട് തന്നെ സാന്ദ്ര ചതിക്കുമെന്ന് ഒട്ടും തന്നെ നിധി പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. വാ നികേഷേ, നമ്മളോട് വീട്ടിലേക്ക് ചെല്ലാനാണ് പറഞ്ഞിട്ടുള്ളത്. അല്ല ചേച്ചി, അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ പ്രശ്നമാവുമോ? ഓ, ഒരു പ്രശ്നവുമാവില്ല, അവിടെ അച്ഛനും ചേട്ടനൊന്നുമില്ല, നമ്മൾ പോയിട്ട് സർട്ടിഫിക്കറ്റ് എല്ലാം വാങ്ങിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഇങ്ങോട്ടേക്ക് തിരിച്ചു പോന്നാൽ മതി എന്ന് പറയാണ്. ഇതേ സമയത്തിന് സുഭാഷ് പണി ചെയ്യുന്ന സ്ഥലത്തേക്ക് സുധീഷ് ആകെ ടെൻഷനോട് കൂടെ കയറി ചെല്ലാണ്. സുഭാഷ് ചോദിക്കുന്നുണ്ട്, എന്താടാ നീ ഈ വഴിക്കൊക്കെ എന്ന് ചോദിക്കും. അന്നേരം സുധീഷ് പറയുന്നുണ്ട്, ചേട്ടാ എനിക്ക് നല്ല ടെൻഷനുണ്ട്, അവൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഇനി അവൾ എങ്ങാനും അവളെ പിടിച്ചു നിർത്തുമോ? അന്നേരം സുഭാഷ് പറയുന്നുണ്ട്, അതൊന്നും ഓർത്ത് നീ വിഷമിക്കേണ്ടടാ,
അല്ല, വീട്ടുകാരുടെ സ്വഭാവം അറിയാമല്ലോ, അവർ ചിലപ്പോൾ അതല്ല അതിനപ്പുറവും ചെയ്യും. നിധിയെ സ്വാധീനിച്ചിട്ട് അവൾ അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തായിരിക്കും? അവൾ ഇങ്ങോട്ടേക്ക് തിരികെ വന്നില്ല എങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യും? സുധീഷ് അങ്ങനെ ഓരോന്നും ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തിന് സുഭാഷ് പറയുന്നുണ്ട്, നീ ഒന്ന് സമാധാനപ്പെട്, അങ്ങനെയൊന്നും ഒരിക്കലും ഉണ്ടാവില്ല എന്ന് പറയും. പക്ഷേ എങ്ങനെ പറഞ്ഞാലും സുഭാഷിന് അത്രത്തോളം ഒന്നും ഉറപ്പില്ലായിരുന്നു നിധി തിരിച്ചു വരുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ. സുഭാഷ് സുധീഷിനോട് ചോദിക്കുന്നുണ്ട്, എന്തായാലും നീ എന്തെങ്കിലും കഴിച്ചോ എന്ന് ചോദിക്കുന്ന സമയത്തിന് ഇല്ല ചേട്ടാ, എനിക്ക് കഴിക്കാനൊന്നും തോന്നുന്നില്ല എന്ന് പറയാണ് സുധീഷ്. പാവം സുഭാഷ് ആഹാരം തനിക്ക് കഴിക്കാൻ വേണ്ടി പലസ്ഥലത്തേക്ക് കൊണ്ടുവന്നതായിരുന്നു. സുഭാഷ് തൻ്റെ ചോറെടുത്തിട്ട് സുധീഷിന് കൊടുത്തു. നീ ഇത് കഴിച്ചോളാൻ പറയും. ഏയ് വേണ്ട ചേട്ടാ, പട്ടിണി ഇരിക്കേണ്ട, നീ കഴിക്കാൻ നോക്ക്. സുധീഷ് ചിലപ്പോൾ ഭക്ഷണമൊന്നും കഴിച്ചു കാണില്ല എന്ന് സുഭാഷിന് തോന്നി. അതുകൊണ്ടാണ്, അത്രയ്ക്ക് സ്നേഹമാണ് സുഭാഷിന് തൻ്റെ അനുജന്മാരോടൊക്കെ. അങ്ങനെ സുധീഷിനെ അവിടെ ഇരുത്തിക്കൊണ്ട് തന്നെ സുഭാഷ് തൻ്റെ ഭക്ഷണമെല്ലാം തന്നെ കഴിപ്പിക്കുന്നുണ്ട്. ഈ സമയത്ത് നിധിയും നികേഷും കൂടി വീടിൻ്റെ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്, സാന്ദ്ര പറഞ്ഞതനുസരിച്ച്. അങ്ങനെ ഗേറ്റിൻ്റെ അവിടെ എത്തിയപ്പോൾ തന്നെ നികേഷ് ചോദിക്കുന്നുണ്ട്, ഇതാണോ ചേച്ചിയുടെ വീട് എന്ന്? അതെ, ഇത് തന്നെയാണ് വീട് എന്ന് പറയും. അങ്ങനെ ഗേറ്റ് തുറന്ന് രണ്ടുപേരും കൂടി മുറ്റത്തേക്ക് ചെല്ലുമ്പോഴേക്കും സിറ്റൗട്ടിൽ തന്നെ ഇരിപ്പുന്നുണ്ടായിരുന്നു ഹേമയും സാന്ദ്രയും. സാന്ദ്ര നിധിയെ കണ്ടപ്പോഴേക്കും അങ്ങോട്ടേക്ക് ചെന്നു. പക്ഷേ ഹേമ മുഖമുയർത്തിയിട്ട് നിധി ഒന്ന് നോക്കുന്നു പോലുമില്ല, അവിടെ തന്നെ ഇരിക്കുകയാണ്. സാന്ദ്ര നിധിയോട് ചെന്ന് പറയുന്നുണ്ട്, നിധി നിനക്ക് സുഖമാണോ എന്നൊക്കെ ചോദിക്കും. അതെ ചേച്ചി, എൻ്റെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ തരാമെന്ന് പറഞ്ഞതുകൊണ്ട് വന്നതാ. അല്ല, അമ്മ എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? അമ്മയ്ക്കിപ്പോഴും എന്നോട് ദേഷ്യം തോന്നുന്നുണ്ടോ? അമ്മയുടെ മുഖം കണ്ടാൽ തന്നെ അറിയാം എന്നോട് ദേഷ്യമാണെന്ന്. നീ പേടിക്കൊന്നും വേണ്ട, നീ ധൈര്യമായിട്ട് ഇരിക്കുക എന്നൊക്കെ പറയാണ് സാന്ദ്ര. പക്ഷേ നിധിക്ക് നല്ല ടെൻഷനും പേടിയുണ്ടായിരുന്നു. ഒടുവിൽ നിധി അവരുടെ അടുത്തേക്ക് ചെന്നു. ഹേമയുടെ അടുത്തേക്ക് ചെന്നിട്ട് അമ്മയെന്ന് വിളിച്ചു. അപ്പോഴേക്കും ഹേമ തലയുയർത്തിയൊന്ന് നോക്കി. അമ്മേ, അമ്മക്ക് സുഖമാണോ എന്ന് ചോദിക്കാണ്. ആ സമയത്ത് ഹേമ നോക്കിയപ്പോൾ അവിടെ നികേഷ് നിൽക്കുന്നത് കണ്ടു. അതാരാ എന്ന് ചോദിക്കാണ്. അത് നികേഷാണെന്ന് പറഞ്ഞു. നിന്റെ ആരാന്നാ ഞാൻ ചോദിച്ചത് എന്ന് ഹേമ. അത് കേട്ടപ്പോൾ നിധി പറയുന്നുണ്ട്, അത് സുധീഷിൻ്റെ അനുജനാണ് നികേഷ്. ആരാണെങ്കിലും ശരി, അവനോട് ഗേറ്റിന് വെളിയിൽ നിൽക്കാൻ പറ. ഒരു നിമിഷം നിധിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നി. നിന്നോടല്ലേ പറഞ്ഞത് അവനോട് ഗേറ്റിൻ്റെ വെളിയിൽ നിൽക്കാൻ പറയാന്ന്? ആ സമയത്ത് നികേഷ് നിധിയുടെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, ചേച്ചി കുഴപ്പമില്ല, ഞാൻ പുറത്തു നിന്നോളാമെന്ന് പറയും. ചേച്ചി കാര്യം കഴിഞ്ഞിട്ട് ഇറങ്ങി വന്നാൽ മതി എന്ന് പറഞ്ഞ് പാവം നികേഷ് പുറത്തേക്ക് നിന്നു. ഗേറ്റ് അടച്ച് അവൻ അവിടെ നിൽക്കുന്നത് കണ്ടപ്പോൾ, ഞാൻ ഇപ്പോൾ തന്നെ സർട്ടിഫിക്കറ്റ്സ് എല്ലാം വാങ്ങിച്ചുകൊണ്ട് വരാമെന്ന പ്രതീക്ഷയോടുകൂടി തന്നെ നിധി അകത്തേക്ക് പോയി. എന്നിട്ട് നിധി പറയുന്നുണ്ട്, അമ്മേ എൻ്റെ സർട്ടിഫിക്കറ്റ് തായോ എന്ന് പറയും. അന്നേരം നിധിയോട് അകത്തേക്ക് കയറി വരാൻ പറയാണ് ഹേമ. നിധിക്ക് സംശയമൊന്നും തന്നെ തോന്നിയില്ല. സാന്ദ്രയും ഹേമയും നിധിയെ കൂടി അകത്തേക്ക് അങ്ങ് കയറ്റി കൊണ്ടുപോയി. അകത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ആ ഒരു വലിയ കാഴ്ച കാണുന്നത്. അവിടെ രാജീവ് ഇരിക്കുന്നുണ്ടായിരുന്നു. രാജീവിനെ കണ്ടതോടുകൂടി തന്നെ നിധി ഒന്ന് ഞെട്ടിപ്പോയി. നോക്കിയപ്പോൾ അവിടെ അരുണ് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം പ്ലാൻ ചെയ്തതാണോ എന്നൊരു സംശയം നിധിയുടെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ അച്ഛനെ കണ്ടപ്പോൾ നിധിയുടെ മനസ്സിൽ ചെറിയൊരു സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു. തൻ്റെ അച്ഛനെ ഒന്ന് കാണാൻ പറ്റിയല്ലോ എന്ന സന്തോഷമായിരുന്നു നിധിക്ക്. നിധി രാജീവിൻ്റെ അടുത്തേക്ക് ചെന്ന് പറഞ്ഞു, അച്ഛൻ ഇപ്പോൾ എങ്ങനെയുണ്ട്? ശരീരമൊക്കെ ഓക്കെ ആണോ? പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു. സോറി അച്ഛാ, എനിക്ക് വേറെ നിവൃത്തിയില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അന്ന് അങ്ങനെ ചെയ്തത്. അച്ഛൻ എന്നോട് ക്ഷമിക്കണമെന്നൊക്കെ പറയാട്ടോ നിധി. അപ്പോഴേക്കും അരുൺ പറയുന്നുണ്ട്, എന്ത് കാണിച്ചിട്ടാണ് നീ ക്ഷമ ചോദിക്കുന്നത്? നിനക്ക് എന്താണ് ക്ഷമ ചോദിക്കാനുള്ള യോഗ്യത? നീ കാണിച്ചതൊന്നും പെട്ടെന്ന് ഞങ്ങൾക്കങ്ങനെ മറന്നു പോകാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല. എന്തൊക്കെയാണ് നീ കാണിച്ചു കൂത്തി വെച്ചിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ അരുൺ അങ്ങ് ദേഷ്യപ്പെടാണ്. അന്നേരം നിധി പറഞ്ഞു, ഞാൻ പറഞ്ഞല്ലോ ഏട്ടാ, ഞാൻ ക്ഷമ ചോദിച്ചല്ലോ, എനിക്ക് ആ സമയത്ത് അതല്ലാതെ മറ്റ് നിവൃത്തിയൊന്നും ഇല്ലായിരുന്നു. ഹേമ പറയുന്നുണ്ട്, എന്നാലും നീ അങ്ങനെ ഒരിക്കലും കാണിക്കാൻ പാടില്ലായിരുന്നു. നീ കാരണം തല കുനിച്ചു പോയി രാജീവേട്ടൻ. പുറത്തിറങ്ങി നടക്കാൻ പോലും പറ്റുന്നില്ല, ആൾക്കാരുടെ മുഖത്തൊന്ന് നോക്കാൻ പോലും പറ്റുന്നില്ല, കമ്പനിയിലേക്ക് പോകാൻ പറ്റുന്നില്ല. നീ ഒരൊറ്റൊരുത്തി കാരണമാണ് ഈ എല്ലാ പ്രശ്നമെല്ലാം തന്നെ ഉണ്ടാക്കിയത് എന്നൊക്കെ പറഞ്ഞ് നിധിയെ കുറ്റപ്പെടുത്തു. നിധി പറഞ്ഞു, ഞാനാണോ അമ്മയെ കാരണം? ഇതിനെല്ലാം കാരണം ഞാനാണോ? ഞാൻ നിങ്ങളോട് അന്നേ പറഞ്ഞതല്ലേ എനിക്ക് ഈ കല്യാണം ആലോചിക്കരുത് എന്ന്. എന്നിട്ട് എനിക്കൊട്ടും ഇഷ്ടമില്ലാത്ത ഈ ഒരു കല്യാണം നിങ്ങൾ ആലോചിച്ചു. അപ്പം പിന്നെ ആരാ കുറ്റക്കാരി? അന്ന് ആ കല്യാണം ആലോചിച്ചില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഇപ്പോഴും ഈ വീട്ടിൽ തന്നെ നിൽക്കില്ലായിരുന്നോ? ഇത് കേട്ടപ്പോൾ ഹേമക്ക് ദേഷ്യം വന്നു. ഹേമ പറഞ്ഞിട്ട്, നീ ഇനി കൂടുതലൊന്നും സംസാരിക്കണ്ട. അന്നേരം നിധി പറയുന്നുണ്ട്, സാരമില്ല, കഴിഞ്ഞത് കഴിഞ്ഞു, എനിക്ക് എൻ്റെ സർട്ടിഫിക്കറ്റ്സ് തന്നാൽ മതി, ഞാൻ അങ്ങോട്ടേക്ക് പോയിക്കോളാമെന്ന് പറയാണ്. അന്നേരം ഹേമ പറയുന്നുണ്ട്, സർട്ടിഫിക്കറ്റ്സ് ഒന്നും തരാൻ പറ്റില്ല. സർട്ടിഫിക്കറ്റ്സ് തരാൻ പറ്റില്ലെന്നോ? എന്തൊക്കെയാ അമ്മ ഈ പറയുന്നത്? ഞാൻ എൻ്റെ സർട്ടിഫിക്കറ്റ്സ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വന്നതല്ലേ? സാന്ദ്രേച്ചിയെ വിളിച്ചപ്പോൾ പറഞ്ഞതാണല്ലോ സർട്ടിഫിക്കറ്റ്സ് തരാമെന്ന്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്നത്.
എന്നാൽ ഇത്രയും നേരം മിണ്ടാതിരുന്ന രാജീവൻ പയ്യെ അങ്ങോട്ടേക്ക് എഴുന്നേറ്റ് വന്നു. എന്നിട്ട് പറയുന്നുണ്ട്, നിനക്ക് സർട്ടിഫിക്കറ്റ്സ് വേണമല്ലേ? നീ കാരണം ഞാൻ എല്ലാവരുടെയും മുന്നിൽ വെച്ച് തല കുനിച്ചു. ഓരോരുത്തരും ഓരോന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴും എനിക്ക് തല ഉയർത്തി നോക്കാൻ പോലും പറ്റില്ലായിരുന്നു. ഞങ്ങളൊക്കെ ഇത്രമാത്രം അപമാനിക്കപ്പെട്ടു എന്ന് നിനക്കറിയാമോ? നല്ലൊരു ജീവിതമായിരുന്നു ഞങ്ങൾ നിനക്ക് വേണ്ടി കണ്ടെത്തിയിരുന്നത്. എന്നിട്ട് നീ അത് വേണ്ടെന്ന് പറഞ്ഞ് നീ ഒരു ഡ്രൈവറുടെ കൂടെ അങ്ങ് ഒളിച്ചോടി പോയി. നിനക്ക് നാണമുണ്ടോടി അങ്ങനെയൊക്കെ ചെയ്യാനേ? നീ ഈ കുടുംബത്തിൻ്റെ അന്തസ്സോ അഭിമാനമോ ഒക്കെ നീ കളഞ്ഞു കുളിച്ചില്ലേ? നീ കാരണം ഈ കുടുംബം അങ്ങ് തകർന്നു പോയി. അങ്ങനെ എല്ലാവരും കൂടെ ചുറ്റി നിന്ന് അരുണും ഹേമയും രാജീവനും എല്ലാം ചേർന്ന് നിധി ഇങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിക്കാണ്. പക്ഷേ സാന്ദ്ര മാത്രം ഒന്നും തന്നെ മിണ്ടുന്നില്ല. സാന്ദ്രക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം താൻ ചെയ്തൊരു ചതിയാണ് അവളെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിക്കൊണ്ട് തന്നെ ഇവരുടെ മുന്നിലേക്ക് ഇട്ടുകൊടുത്തത് എന്നൊരു ചിന്ത സാന്ദ്രയുടെ മനസ്സിൽ ഉണ്ട്. അവൾ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. എങ്ങനെയെങ്കിലും പോയി അവൾ ജീവിക്കുമെന്നൊരു ചിന്ത സാന്ദ്രയുടെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അവൾ ഇങ്ങോട്ടേക്ക് വന്നതോടുകൂടി തന്നെ എല്ലാവരും അവൾ എങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്തിന് രാജീവൻ പറയുന്നുണ്ട്, നിനക്ക് സർട്ടിഫിക്കറ്റ്സ് ഒന്നും ഞങ്ങൾ തരാൻ പോകുന്നില്ല. നിനക്ക് ജോലി വേണോ? ജോലി വേണോന്ന് ഒരു കാര്യം ചെയ്യേ, നീ ഇവിടെ തന്നെ നിൽക്ക്. പക്ഷേ ആ കെട്ടിയ താലി അങ്ങ് പൊട്ടിച്ച് കളയണം. നിന്റെ കഴുത്തിൽ കിടക്കുന്ന താലി പൊട്ടിച്ച് കളഞ്ഞിട്ട് വേണം നീ ഇവിടെ നിൽക്കാനേ. നീ ഇവിടെ നിന്നും എങ്ങനെയാണോ പോയത് അതുപോലെ തന്നെ വേണം നീ ഇങ്ങോട്ടേക്ക് തിരിച്ചു കയറി വരാനായിട്ട്. നിന്റെ കഴുത്തിൽ ആ ഒരു താലി ഒരിക്കലും കാണാൻ പാടില്ല. താലി ഇല്ലാതെ വേണം ഇവിടെ നിൽക്കാനായിട്ട് എന്നൊക്കെ പറയാണ്. ഇത് കേട്ടപ്പോൾ ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കുകയാണ് നിധി. എന്നിട്ട് പറയുന്നുണ്ട്, അച്ഛൻ ഒരിക്കലും അങ്ങനെയൊന്നും പറയരുത്. എനിക്ക് എൻ്റെ സർട്ടിഫിക്കറ്റ്സ് തന്നാൽ മാത്രം മതി. ഞാൻ അങ്ങോട്ടേക്ക് പോയിക്കോളാം. ഞാൻ ഒരിക്കലും നിങ്ങൾക്കാർക്കും ഒരു ഭാരമായിട്ടൊന്നും വരുന്നില്ല. ഇത് കേട്ടപ്പോൾ ഹേമ പറഞ്ഞു, നിന്നോട് അച്ഛൻ പറഞ്ഞത് നിനക്ക് കേട്ടില്ലേ? നിനക്കെന്താ അതൊന്നും മനസ്സിലാവുന്നില്ലേ നിധി? അന്നേരം അരുണിൻ്റെ വായിൽ നിന്നും ആ ഒരു കാര്യം അങ്ങ് വീഴാണ്. അരുൺ അറിയാതെ പറഞ്ഞു, അതെ, അരുൺ ഇപ്പോഴും ഇവിടെ നിന്നും പോയിട്ടില്ല. അവൻ ഓസ്ട്രേലിയയിലേക്ക് മടങ്ങേണ്ടതാണ്. അവൻ എങ്ങോട്ടേക്കും പോയിട്ടില്ല. അവൻ ഇവിടെ തന്നെയുണ്ട്. നീ ആ താലി പൊട്ടിച്ചെറിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് തിരിച്ചു വായോ. നിനക്കിനിയും അവൻ്റെ കൂടെ ഒരു ജീവിതമുണ്ട് എന്ന് പറയാൻ അരുൺ. ഇത് കേട്ടതോടുകൂടി തന്നെ നിധി ആകെ ഷോക്കേറ്റതുപോലെ നിൽക്കുകയാണ്. നിധിക്ക് മനസ്സിലായി ഇതൊരു ചതിയാണ് എന്ന്. പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് രാജീവന് കയ്യും കണ്ണൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അരുൺ, നീ എന്താടാ ഇങ്ങനെയൊക്കെ പറഞ്ഞത് എന്നുള്ള രീതിയിലൊക്കെ. അത് അറിഞ്ഞിട്ടാണെങ്കിൽ ഒരു കാരണവശാലും അവൾ ഇവിടെ നിൽക്കില്ല എന്ന കാര്യം രാജീവന് നന്നായിട്ട് അറിയാമായിരുന്നു. അരുണിൻ്റെ വാക്കെല്ലാം കേട്ടുകൊണ്ട് തന്നെ നിധി ആകെ ഇങ്ങനെ ഷോക്കേറ്റതുപോലെ നിൽക്കുകയാണ്. ഈ സമയം നികേഷ് പാവം ഗേറ്റിന് പുറത്ത് നിൽക്കുവാണല്ലോ. കുറേ സമയമായി അകത്തെന്താ നടക്കുന്നതെന്നൊന്നും അറിയാനും കഴിയുന്നില്ല. കയറി ചെല്ലാനും പറ്റില്ലല്ലോ. അന്നേരം സുധീഷ് വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, അടാ എന്തായി കാര്യങ്ങൾ? അവൾ എത്തിയോ? നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ്സ് ഒക്കെ കിട്ടിയോ എന്ന് ചോദിക്കും. ആ സമയത്തിന് നികേഷ് പറയുന്നുണ്ട്, അതെ, ഞങ്ങൾ ഏട്ടത്തിയമ്മയുടെ വീടിൻ്റെ മുന്നിലാണ്. ഏട്ടത്തിയമ്മ അകത്തേക്ക് കയറി പോയേക്കുവാണ്. എന്ത്, അകത്തേക്ക് കയറി പോയെന്നോ? അതേ ഏട്ടാ, അവരുടെ വീട്ടിലേക്ക് വിളിച്ച് കൊണ്ടുപോയതാണ്. ഇതുവരെ തിരിച്ചിറങ്ങിയിട്ടില്ല. അപ്പോൾ നീ എവിടെയാണെന്ന് ചോദിക്കുന്ന സമയത്തിന് ഞാൻ ഗേറ്റിൻ്റെ വെളിയിൽ എന്നോട് നിൽക്കാൻ പറഞ്ഞു എന്ന് പറയും. എന്താടാ കുറേ നേരമായോ? എടാ ഇത് വല്ല പ്രശ്നമാവോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്തിന് നികേഷ് പറയുന്നുണ്ട്, ഏട്ടൻ ടെൻഷൻ അടിക്കൊന്നും വേണ്ട, വിഷമിക്കാതിരിക്ക്. കുറച്ച് സമയം കൂടി കഴിയുമ്പോഴേക്കും ഏട്ടത്തിയമ്മ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരുമെന്നൊക്കെ പറയാണ് നികേഷ്. പക്ഷേ ഇതെല്ലാം കേൾക്കുന്ന സമയത്തും സുധീഷിന് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നടന്നതെന്ന് സുധീഷിന് നന്നായിട്ട് അറിയാലോ. ഈ സമയത്തിന് സർട്ടിഫിക്കറ്റ്സ് നിധി ചോദിക്കുന്ന സമയത്തിന് അത് കൊടുക്കാനൊന്നും അവരൊന്നും കൂട്ടാക്കുന്നില്ല. അരുണ് മാത്രമല്ല രാജീവനും കൂട്ടാക്കുന്നില്ല. രാജീവൻ പറഞ്ഞു, സർട്ടിഫിക്കറ്റ്സ് തരാനൊന്നും പറ്റില്ല നിധി. ഇതൊക്കെ ഞാൻ നിന്നെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ചിട്ടുണ്ടാക്കിയ സർട്ടിഫിക്കറ്റ്സാണ്. അതൊരിക്കലും നിനക്ക് തരാൻ പറ്റില്ല. നീ നിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ടല്ലേ ജീവിക്കുന്നത്. ഈ സർട്ടിഫിക്കറ്റ്സ് നിനക്ക് തരണമെങ്കിൽ ഞങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ നീ അനുസരിക്കണം. നിധി പറഞ്ഞു, ഇല്ല അച്ഛാ, പറ്റില്ല. എനിക്ക് ആ സർട്ടിഫിക്കറ്റ്സ് വേണം. സർട്ടിഫിക്കറ്റ്സ് വാങ്ങിച്ചിട്ട് ഞാൻ എവിടെയെങ്കിലും പോയിട്ട് എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്ത് ജീവിച്ചോളാം. എങ്കിലും ഏതെങ്കിലും കമ്പനിയിൽ കയറി ജോലി ചെയ്തോളാം. എൻ്റെ ജീവിതം സേഫാക്കിക്കോളാം. എൻ്റെ ആ ഫയലിനകത്ത് സർട്ടിഫിക്കറ്റ്സും പാൻ കാർഡും ആധാർ കാർഡും എല്ലാം ഉണ്ട്. എനിക്കതങ്ങ് തന്നാൽ മാത്രം മതി. ഞാൻ ഇവിടെ നിന്നും എങ്ങോട്ടെങ്കിലും പോയിക്കോളാമെന്നൊക്കെ പറയാണ്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ രാജീവന് വീണ്ടും ദേഷ്യമായി. താൻ പറയുന്നതൊന്നും ഒരിക്കലും നിധി അനുസരിക്കില്ല എന്ന് രാജീവിന് മനസ്സിലായി. പെട്ടെന്ന് തന്നെ രാജീവ് പറയുന്നുണ്ട്, അരുൺ, നീ പോയിട്ട് അവളുടെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ എടുത്തു കൊണ്ടുപോയോ എന്ന് പറയും. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ അരുൺ നേരെ അകത്തേക്ക് ചെന്നിട്ട് സർട്ടിഫിക്കറ്റ്സ് എല്ലാം തന്നെ എടുത്തുകൊണ്ട് വന്നു. അന്നേരം തന്നെ നിധിക്ക് ഒരുപാട് സന്തോഷമാണ്. നിധി ചിന്തിക്കുന്നുണ്ട്, സർട്ടിഫിക്കറ്റ്സ് എല്ലാം കയ്യിൽ തന്നിട്ട് ഇപ്പം തന്നെ അവൾ അവിടെ നിന്നും പറഞ്ഞയക്കാനായിട്ടായിരിക്കുമെന്ന്. എന്നാൽ അരുണിൻ്റെ കയ്യിൽ നിന്നും സർട്ടിഫിക്കറ്റ്സ് ഒക്കെ വാങ്ങിയതോടുകൂടി തന്നെ രാജീവൻ പറയുന്നുണ്ട്, ഈ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ നീ ഈ വീട്ടിൽ തന്നെ ഇരിക്കണം. അല്ലാതെ ഇതെല്ലാം എൻ്റെ കയ്യിൽ നിന്നും വാങ്ങിച്ചിട്ട് നീ ഇവിടെ നിന്നും അങ്ങോട്ടേക്ക് പോകാനാണ് നിൻ്റെ വിചാരമെങ്കിൽ അതൊരിക്കലും നടക്കില്ല. നിനക്ക് സർട്ടിഫിക്കറ്റ്സ് വേണമെങ്കിൽ നീ ഇവിടെ നിൽക്കണം. അല്ലെങ്കിൽ പിന്നെ ഇതൊന്നുമില്ലാതെ നീ വന്നതുപോലെ തന്നെ നിനക്ക് തിരിച്ചു പോകാമെന്നും പറയാണ്.
എന്നാൽ ഇത് കേട്ടതോടുകൂടി തന്നെ നിധിക്ക് ആകെ വിഷമമായി. തൻ്റെ കരിയറൊക്കെ പടുത്തുയർത്തണമെങ്കിൽ ഈ ഒരു സർട്ടിഫിക്കറ്റ്സും ID പ്രൂഫും എല്ലാം തന്നെ വേണമല്ലോ. അതുകൊണ്ട് തന്നെ സങ്കടപ്പെട്ടുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് തന്നെ നിധി നേരെ രാജീവിൻ്റെ കാൽക്കലങ്ങ് വീഴാണ്. അച്ഛാ പ്ലീസ് അച്ഛാ, അങ്ങനെയൊന്നും ഒരിക്കലും എന്നോട് പറയരുത്. എനിക്ക് എൻ്റെ സർട്ടിഫിക്കറ്റ്സ് എല്ലാം തന്നെ വേണം. അതില്ലാതെ എനിക്കൊരിക്കലും പറ്റില്ല. ഇതെൻ്റെ ജീവിതമാണ്. ഞാൻ ഇത്രയും കാലം കഷ്ടപ്പെട്ട് പഠിച്ചതല്ലേ ഇത്. എനിക്ക് സർട്ടിഫിക്കറ്റ്സ് വേണമെന്ന് പറയാണ്. പക്ഷേ രാജീവൻ ഏതായാലും അതൊന്നും കൊടുക്കാൻ മനസ്സിലായിരുന്നു. നിധി വീണ്ടും പറയുന്നത്, അച്ഛാ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് എൻ്റെ കരിയർ നോക്കണം. എൻ്റെ സ്വപ്നമാണ്. ഞാൻ ഫസ്റ്റ് റാങ്കൊക്കെ വാങ്ങിച്ചതല്ലേ. അത് അത്രത്തോളം ഇഷ്ടത്തോടു കൂടി ഞാൻ പഠിച്ചെടുത്തതാണ്. കഷ്ടപ്പെട്ട് പഠിച്ചതാണ് എനിക്ക് ആ ഒരു റാങ്കൊക്കെ കിട്ടിയത്. എനിക്ക് ആ സർട്ടിഫിക്കറ്റ്സ് വേണം അച്ഛാ. നിധി എത്രയൊക്കെ പറഞ്ഞിട്ടും രാജീവൻ അതിനൊന്നും സമ്മതിച്ചില്ല. അവസാനം ഹേമയുടെ അടുത്ത് ചെന്ന് പറഞ്ഞു. ഹേമ കാലിൽ വീണ് അപേക്ഷിക്കുന്നുണ്ട്. ഒരു രക്ഷയുമില്ല. എല്ലാവരോടും മാറി മാറി പറഞ്ഞിട്ടും ആരും തന്നെ അതൊന്നും കേൾക്കുന്നില്ല. അരുണിൻ്റെ അടുത്തേക്കൊക്കെ പോയിട്ട് സർട്ടിഫിക്കറ്റ്സ് തരാൻ പറയേട്ടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിധി കെഞ്ചി പറയുന്നുണ്ട്. ഏട്ടാ അച്ഛനോട് പറഞ്ഞിട്ട് എൻ്റെ സർട്ടിഫിക്കറ്റ്സ് ഒന്നും തരാൻ പറ. ഞാൻ അപ്പം തന്നെ ഇവിടെ നിന്നും പോയിക്കോളാം. ഞാൻ ഒരിക്കലും നിങ്ങൾക്കൊരു ഭാരവുമാവത്തില്ല. നിങ്ങൾക്കൊരു പ്രശ്നവും ഉണ്ടാക്കത്തില്ല. എനിക്കൊന്ന് തായോ ഏട്ടാ എന്നൊക്കെ പറഞ്ഞ് കാലിൽ വീണ് കരഞ്ഞു പറയാട്ടോ നിധി. പക്ഷേ ആരും തന്നെ അത് മൈൻഡ് പോലും ചെയ്യുന്നില്ല. എല്ലാവരും നല്ല കട്ടക്കലിപ്പിലായിരുന്നു. ഒടുവിൽ രാജീവൻ ആ ഒരു സർട്ടിഫിക്കറ്റ്സ് അങ്ങ് കയ്യിലെടുത്തു. ഫയലിനകത്ത് നിന്നും ആ ഒരു സർട്ടിഫിക്കറ്റ്സ് എടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് തന്നെ നിധിയോട് ചോദിക്കുന്നുണ്ട്. എടി, ഇതിന് വേണ്ടിയിട്ടില്ലേ നീ ഇവിടം വരെ വന്നത്? ഇതല്ലേ നിന്റെ പ്രധാന പ്രശ്നം, ഈ ഒരു സർട്ടിഫിക്കറ്റ് അല്ലേ? ഈ സർട്ടിഫിക്കറ്റ് ഉള്ളത് കൊണ്ടല്ലേ നിനക്ക് ഇത്രമാത്രം അഹങ്കാരം? അതുകൊണ്ടല്ലേ നീ അവിടെ പോയിട്ടും ജോലിക്ക് പോകണം, എന്നിട്ട് കരിയർ പടുത്തുയർത്തണം എന്നൊക്കെ ഇതുള്ളത് കൊണ്ടല്ലേ നിനക്ക് ഫസ്റ്റ് റാങ്ക് ഉള്ളത് കൊണ്ടല്ലേ നിനക്ക് ജോലിക്ക് പോകണം, കരിയർ പടുത്തുയർത്തണം എന്നൊക്കെ പറയുന്നത്? അന്നേരം നിധി അച്ഛൻ ഇതിപ്പോൾ തരുമെന്ന് വിചാരിച്ച് ആകാംക്ഷയോടങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്ത് തന്നെ ആ സർട്ടിഫിക്കറ്റ് എടുത്തിട്ട് അതങ്ങ് നിലത്തേക്ക് ഇടുവാണ്. അപ്പോഴേക്കും നിധി പറയുന്നുണ്ട്, അച്ഛൻ എന്തേ കാണിക്കാൻ പോകുന്നത്? ഇതൊക്കെ എൻ്റെ സർട്ടിഫിക്കറ്റാണ്, ഇതെനിക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അതങ്ങ് എടുക്കാൻ ചെല്ലുമ്പോഴേക്കും അരുണും ഹേമയും അത് കയ്യിൽ കയറി അങ്ങ് പിടിക്കും. ആ സമയത്തിന് ഒരു ലൈറ്റർ എടുത്തുകൊണ്ട് തന്നെ രാജീവൻ ആ ഒരു സർട്ടിഫിക്കറ്റിന് അങ്ങ് തീ കൊളുത്തുകയാണ്. എന്നാൽ ആ ഒരു കാഴ്ച കണ്ടിട്ട് നിധിയുടെ ചങ്ക് തകർന്നു പോവാണ്. നിധി അലറി വിളിച്ചുകൊണ്ട് കരഞ്ഞു. അച്ഛാ പ്ലീസ് അച്ഛാ, വേണ്ട അച്ഛാ, എൻ്റെ സർട്ടിഫിക്കറ്റ് ഒന്നും കത്തിക്കല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ നിധി ഭയങ്കര കരച്ചിലായിരിക്കും. നിധി കുറേ അധികം കരഞ്ഞു പറയുന്നുണ്ടെങ്കിലും ആരും തന്നെ അത് കണ്ട ഭാവം പോലും നടിക്കുന്നില്ല. നിധിയുടെ കണ്ണുകൾക്ക് ഇങ്ങനെ നിറഞ്ഞൊഴുകുന്നുണ്ട്. എന്ത് ചെയ്യണമെന്ന് പോലും അറിയാതെ സങ്കടപ്പെട്ട് നിൽക്കുമായിരിക്കട്ടോ നിധി. ആ ഒരു കാഴ്ച കണ്ടിട്ട് അത് വിശ്വസിക്കാൻ പോലും പറ്റാത്ത മട്ടിലായിരിക്കും നിധി നോക്കി നിൽക്കുന്നത്. ആ ഒരു കാഴ്ച കണ്ടതിന് ശേഷം നിധിയുടെ സമനില തെറ്റിയതുപോലെ ആവുകയാണ്. അവരുടെ എല്ലാവരുടെയും പിടുത്തം വിടിവിപ്പിച്ചുകൊണ്ട് തന്നെ ഒരു ഭ്രാന്തമായ ഒരു അവസ്ഥയിൽ അങ്ങോട്ടേക്ക് വന്നിട്ട് ആ ഒരു കത്തിയ സർട്ടിഫിക്കറ്റ്സ് നോക്കിക്കൊണ്ട് തന്നെ അതിങ്ങനെ വാരിയെടുത്ത് നോക്കി കയ്യിലൊക്കെ ഇങ്ങനെ പൊള്ളുന്നുണ്ടാവും. എന്നാലും അതൊക്കെ ഇങ്ങനെ കയ്യിലങ്ങ് വാരിയെടുക്കാണ്ടോ നിധിക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല. കുറച്ച് ഭാഗം കത്തി നശിച്ച് കുറേ ഭാഗം കത്താതെ ആ ഒരു സർട്ടിഫിക്കറ്റ് അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. സർട്ടിഫിക്കറ്റിൻ്റെ ആ ഒരു തുണ്ടുഭാഗങ്ങളൊക്കെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഇത്രയും കാലം തൻ്റെ പ്രതീക്ഷകൾ, തൻ്റെ സ്വപ്നങ്ങൾ എല്ലാം കൂടി തകർന്നു പോയിരിക്കുന്നു എന്ന സത്യം നിധി മനസ്സിലാക്കി. നിധി രാജീവിൻ്റെ അടുത്തേക്ക് ചെന്നു. രാജീവിൻ്റെ അടുത്ത് ചെന്നിട്ട് രാജീവിനെ രൂക്ഷമായി നോക്കിക്കൊണ്ട് തന്നെ രാജീവിനെ രൂക്ഷമായി നോക്കുന്നുണ്ടായിരുന്നു നിധി. നിധിയുടെ കണ്ണിൽ നിന്നിങ്ങനെ അഗ്നി ജ്വലിക്കുന്നുണ്ടായിരുന്നു. രാജീവൻ ചെയ്ത ഈ ഒരു പ്രവൃത്തി നിധിക്കൊട്ടും തന്നെ സഹിക്കാനും ക്ഷമിക്കാനും പറ്റുന്നില്ലായിരുന്നു. ഇത്രയും നാൾ നിധി അച്ഛനോട് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ആദ്യമായിട്ട് നിധി രാജീവൻ്റെ അടുത്തേക്ക് ചെന്ന് പറഞ്ഞു, ഇത്രയും കാലം ഞാൻ വിചാരിച്ചിരുന്നു നിങ്ങൾ എൻ്റെ അച്ഛനാണെന്ന്. പക്ഷേ ഇപ്പം എനിക്ക് നിങ്ങൾ ആരുമല്ല, നിങ്ങൾ എൻ്റെ അച്ഛനുമല്ല, ഒന്നുമല്ല. ഇതോടുകൂടെ തീർന്നു നമ്മൾ തമ്മിലുള്ള ബന്ധമെന്നും പറഞ്ഞു. നിധിയുടെ വാക്കെല്ലാം കേട്ട് രാജീവൻ ഒരു ഞെട്ടലോട് കൂടിയാണ് കേട്ടോ അതൊക്കെ നോക്കി നിൽക്കുന്നത്. എനിക്കിനി ഇങ്ങനൊരു അച്ഛനുമില്ല, അമ്മയുമില്ല, ആരുമില്ല. നിങ്ങൾ ആരെയും എനിക്ക് വേണ്ട എന്നൊക്കെ പറയാണ് നിധി. എന്നാൽ ഇത് കേൾക്കുന്ന സമയത്തിന് ഹേമക്ക് സങ്കടമാവാണ്. ഹേമ ചോദിക്കുന്നുണ്ട്, എടി നീ എന്തൊക്കെയാണ് ഈ വിളിച്ചു പറയുന്നത്? അന്നേരം നിധി അങ്ങ് റൈസാവാണ്. മിണ്ടരുത്, നിങ്ങൾ ഇനി ഒരു അക്ഷരം പോലും മിണ്ടി പോവരുത്. ചാകുന്നത് വരെ ഞാൻ ഇത് മറക്കില്ല, ഞാൻ ചത്താലും മറക്കില്ല. എൻ്റെ സ്വപ്നങ്ങളാണ് നിങ്ങളെല്ലാവരും ചേർന്ന് തകർത്ത് കളഞ്ഞത്. എന്താണ് നീ ഈ പറയുന്നത് എന്ന് ചോദിക്കുന്ന സമയത്തിന് നിധി പറയുന്നുണ്ട്, എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? നിങ്ങൾ ശരിക്കും ഒരു അമ്മയാണോ? ഇത്ര കാലം ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചുണ്ടാക്കിയ ആ ഒരു സർട്ടിഫിക്കറ്റ്സ് എല്ലാം തന്നെ കത്തിക്കുന്ന സമയത്ത് നിങ്ങൾ എന്താ ചെയ്തത്? അച്ഛൻ അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആരെങ്കിലും വിലക്കിയോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്തിന് ഹേമ പിന്നെ ഒന്നും മിണ്ടുന്നില്ല.
നിങ്ങൾക്ക് എന്നോട് ഇത്തിരിയെങ്കിലും സ്നേഹമുണ്ടായിരുന്നുവെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് കത്തിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ എന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തുവോ? നിങ്ങൾ വിളിച്ചു വരുത്തി നിങ്ങളും കൂടി ചേർന്നിട്ടല്ലേ ഈ നാടകമെല്ലാം കളിച്ചത്? ഇതിനു വേണ്ടിയായിരുന്നില്ലേ അമ്മയുടെ ഭാഗത്ത് നിന്ന് ഞാൻ ഇത്രക്കൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ നിധി ഭയങ്കര കരച്ചിലായിരിക്കും. ദേ ഒരു കാര്യം ഞാനങ്ങ് പറഞ്ഞേക്കാം, നിങ്ങളെല്ലാവരും കൂടി ഒരിക്കൽ കൂടി എൻ്റെ കാൽച്ചോട്ടിലേക്ക് വരും. സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിലും ഞാൻ ഇനിയും ജീവിക്കും. എന്തെങ്കിലും വലിയ കമ്പനിയിൽ ചെല്ലും. വലിയ കമ്പനിയിൽ ചെന്ന് അവിടെ ഞാൻ ജോലി ചെയ്യും. ജോലി ചെയ്ത് കണ്ട് നിങ്ങളെല്ലാവരും ഒരിക്കൽ കൂടി എന്നെ തേടി വരുമെന്നൊക്കെ പറഞ്ഞ് നിധി എല്ലാവരെയും അങ്ങ് വെല്ലുവിളിക്കാണ്. അന്നേരം ഹേമ പറയുന്നുണ്ട്, എടി നീ ആരോടാണ് ഈ സംസാരിക്കുന്നത്? നീ എന്താണ് സംസാരിക്കുന്നത്? നിനക്ക് വല്ല ബോധമുണ്ടോ? ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ ഹേമ നിധിയെ അടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കയ്യോങ്ങുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് നിധി ആ ഒരു കയ്യിൽ അങ്ങ് കയറി പിടിക്കുകയാണ്. തൊട്ടു പോകരുതെന്നെ, എന്നെ തല്ലാനുള്ള അവകാശമൊന്നും നിങ്ങൾക്കില്ല എന്നൊക്കെ പറയും. നിങ്ങൾ എന്ത് അർഹതയുടെ പേരിലാണ് എന്നെ ഇങ്ങനെ തല്ലാൻ നോക്കുന്നത്? ധൈര്യമുണ്ടെങ്കിൽ എന്നെ ഒന്ന് തല്ലു നോക്ക്, ഒന്ന് കാണട്ടെ. നിങ്ങൾ എന്നോട് ചെയ്ത ക്രൂരതക്ക് ഒന്നിനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല, കാണിച്ചു തരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ നിധി അവിടെ നിന്നങ്ങ് ഇറങ്ങാൻ തുടങ്ങുമ്പോഴേക്കും അരുൺ തടഞ്ഞു നിർത്താണ്. ആഹാ, നീ എങ്ങോട്ടേക്കായി പോകുന്നത്? അതെ, നീ ഇവിടെ നിന്നും ഒരിടത്തേക്കും പോകുന്നില്ല. നീ ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്ന സ്ഥിതിക്ക് ഇനി കാലാകാലം നീ ഇവിടെ തന്നെ നിൽക്കുമെന്നൊക്കെ പറയാട്ടോ അരുൺ. ആ സമയത്ത് അരുണിനോട് നിധി പറയുന്നത്, മര്യാദക്ക് വഴിയിൽ നിന്ന് മാറിക്കോ, ഇല്ലെങ്കിൽ പിന്നെ നിന്നെ കൊന്നിട്ടായിരിക്കും ഞാൻ എവിടെ നിന്നും വീട് വിട്ടിറങ്ങി പോകുന്നത് എന്നൊക്കെ പറയാണ് നിധി. നിധിയുടെ ക്രൂരമായ ഈ വാക്കുകൾ കേട്ടതോടുകൂടി തന്നെ എല്ലാവരും ഒരു നിമിഷം അങ്ങ് അമ്പരം നിന്നുപോയി. അരുണും എല്ലാവരും അങ്ങനെ ഞെട്ടിപ്പോവാണ്. കാരണം നിധിയുടെ അടുത്ത് നിന്ന് അങ്ങനെ ഒരു വാക്ക് അവരൊന്നും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല. അത്രമാത്രം ദേഷ്യമായിരുന്നു നിധിക്ക് എല്ലാവരോടും. അന്നേരം ഹേമ വന്ന് പറയുന്നുണ്ട്, എടി നിന്റെ ഏട്ടനല്ലേടി, സ്വന്തം സഹോദരനല്ലേ? അന്നേരം നിധി പറയുന്നുണ്ട്, സഹോദരനാണെന്ന് എനിക്കും തോന്നണ്ടേ? നിങ്ങളൊരു അമ്മയാണോ? നിങ്ങളൊരു പെറ്റമ്മയാണോ? അന്നേരം അരുണിന് ദേഷ്യം വരണേ, എന്താണ് നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഇത്രയും കാലം നിന്നെ പഠിപ്പിച്ച് വളർത്തിയതൊക്കെ ആരാണ്? അച്ഛനല്ലേ? നിധിക്ക് ദേഷ്യം വരാണ്. അച്ഛനാണ് പോലും. ജനിച്ചിട്ടുണ്ടെങ്കിൽ മക്കളെ പഠിപ്പിക്കണം. അച്ഛൻ പഠിപ്പിച്ചു, സമ്മതിച്ചു. പഠിച്ചത് ഞാനാണ്. പക്ഷേ ആ പഠിച്ചതിൻ്റെ സർട്ടിഫിക്കറ്റ്സ് എല്ലാം തന്നെ കത്തിക്കരിച്ചില്ലേ? നിങ്ങളൊരമ്മയല്ലേ? അമ്മക്ക് നാണമുണ്ടോ? ഒരു പെറ്റമ്മ എന്താ ചെയ്യേണ്ടത്? അങ്ങനെ അച്ഛൻ സർട്ടിഫിക്കറ്റ്സ് കത്തിക്കുന്ന സമയത്ത് അത് തടയല്ലേ ചെയ്യേണ്ടിയിരുന്നത്? എന്നെ പഠിപ്പിച്ചു എന്നുള്ളത് ശരി തന്നെയാണ്, ഞാൻ പഠിച്ചു. അപ്പോഴും നിങ്ങൾ എന്താ പറഞ്ഞുകൊണ്ടിരുന്നേ? നീ നന്നായിട്ട് പഠിക്കണം, ഫസ്റ്റ് ക്ലാസ് വാങ്ങിക്കണം എന്നൊക്കെ. എന്നാൽ ഞാൻ ഫസ്റ്റ് ക്ലാസ് അല്ല, ഫസ്റ്റ് റാങ്ക് തന്നെ വാങ്ങി നിങ്ങളെല്ലാവരെയും സന്തോഷിപ്പിച്ചു. ആ സമയത്ത് നിങ്ങളെല്ലാവരും എന്നെ പ്രോത്സാഹിപ്പിച്ചു. അങ്ങനെ എനിക്ക് ഫസ്റ്റ് റാങ്കും കിട്ടിക്കഴിഞ്ഞപ്പോൾ നിങ്ങൾ ഒടുവിൽ എന്താ പറഞ്ഞ എന്നോട്? ജോലിക്ക് പോകണ്ട എന്ന്, ഇനി നീ പഠിക്കണ്ട എന്നൊക്കെ. എൻ്റെ സ്വപ്നങ്ങളൊക്കെ എവിടെ പോയി? എൻ്റെ സ്വപ്നങ്ങളെല്ലാം തകർത്തുകൊണ്ട് തന്നെ എനിക്കൊട്ടും ഇഷ്ടപ്പെടാത്ത ഒരാളുമായിട്ട് നിങ്ങൾ എന്നെ കല്യാണം കഴിപ്പിക്കാൻ നോക്കി. അതുകൊണ്ടല്ലേ എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? ഞാനിതൊരിക്കലും പ്രതീക്ഷിച്ചിരുന്ന കാര്യമല്ല. നിങ്ങളെല്ലാവരും എന്നെ ചതിക്കുമെന്ന്, നിങ്ങളെല്ലാവരും ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന്. ആ സർട്ടിഫിക്കറ്റ് കത്തിക്കുന്ന സമയത്ത് എൻ്റെ സ്വപ്നങ്ങളാണ് നിങ്ങൾ കത്തിച്ചത്. ഇത്രയും കാലം ഞാൻ പഠിച്ചതെല്ലാം തന്നെ വെറുതെ ആയിപ്പോയി. കഷ്ടപ്പെട്ട് പഠിച്ചതെല്ലാം തന്നെ വെറുതെ ആയിപ്പോയില്ലേ? നിങ്ങളൊരമ്മയാണെങ്കിൽ നിങ്ങൾക്കത് തടയാമായിരുന്നു. ആ സർട്ടിഫിക്കറ്റ് കത്തിക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കൊന്ന് സംസാരിക്കാമായിരുന്നു. പക്ഷേ നിങ്ങളതൊന്നും ചെയ്തില്ല. ആ സമയത്തിന് അരുൺ പറയുന്നുണ്ട്, നിധി മര്യാദക്ക് നീ ഇവിടെ നിന്ന് പോകുമെന്നൊന്നും കരുതണ്ട. ഇത് കേട്ടപ്പോൾ നിധിക്ക് ദേഷ്യമായി. നിധി അരുണിനെ അങ്ങോട്ടേക്ക് തട്ടി മാറ്റിക്കൊണ്ട് പറഞ്ഞു, അതെ ഞാൻ പോവും, ഞാൻ ഇവിടെ നിന്നും പോവും. ഒരിക്കൽ കൂടി നിങ്ങൾ എന്നെ തേടി വരും, നിങ്ങൾ എന്നെ തേടി എൻ്റെ അടുത്തേക്ക് വരുമെന്ന് പറഞ്ഞിട്ട് നിധി പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോൾ എല്ലാവരും അവിടെ തന്നെ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. ഗേറ്റിൻ്റെ വെളിയിൽ ഈ സമയത്ത് നികേഷ് നിൽക്കുന്നുണ്ട്. അങ്ങനെ ഗേറ്റിൻ്റെ വെളിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കും അരുൺ പെട്ടെന്ന് തന്നെ വന്നിട്ട് നികേഷിനെ തല്ലാൻ തുടങ്ങുകയാണ്. നീ ഇവളുടെ കൂടെ വന്നതാണല്ലേ, നീ ആരാടാ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ അരുൺ തല്ലാൻ ചെല്ലും. നിധി ഇടക്ക് കയറി നിന്നുകൊണ്ട് തന്നെ പറയുന്നത്, തൊട്ടു പോവരുത്, ഇത് സുധീഷിൻ്റെ അനിയനാണെന്ന് പറയുന്ന സമയത്ത് തന്നെ അരുൺ ചോദിക്കുന്നത്, ഓഹോ അപ്പോൾ ഞങ്ങളെക്കാളും പ്രാധാന്യം നിനക്ക് ഇവനാണല്ലേ എന്ന് ചോദിക്കും. അതെ, നിങ്ങളെക്കാളും ഒരു 100 വട്ടം ഭേദം ഇവൻ തന്നെയാണ്. ഓഹോ അപ്പോൾ നിനക്ക് ഞങ്ങൾ ആരെയും വേണ്ടല്ലേ, ഇവൻ്റെ വീട്ടുകാരെയും മതിയല്ലേ? നിധി പറഞ്ഞിട്ട്, അതെ, എന്നോട് ഈ ചതി ചെയ്ത നിങ്ങൾ ആരെയും ഇനി എനിക്ക് വേണ്ട. നിങ്ങളുമായിട്ട് ഞാൻ യാതൊരുവിധ ബന്ധവുമില്ല. എനിക്കിനി സുധീഷും സുധീഷിൻ്റെ വീട്ടുകാരും മാത്രം മതി എന്നൊക്കെ പറയും. അങ്ങനെ നിധി നികേഷിൻ്റെ കയ്യിലെങ്ങ് കയറി പിടിച്ച് അവിടെ നിന്ന് നികേഷിനെ കൂട്ടിക്കൊണ്ട് അവിടെ നിന്നും പോവാണ്. എന്നാൽ ആ ഒരു കാഴ്ച കണ്ടിട്ട് എല്ലാവരുടെയും മുഖത്ത് ഒരടിയേറ്റതുപോലെ സ്തംഭിച്ച് നിൽക്കുകയാണ്. ഇത്രയും കാലം പാവമായി നിന്നതുപോലെയൊന്നുമല്ല നിധിയുടെ മനസ്സും എല്ലാം അങ്ങ് മാറിപ്പോവാണെന്ന് മാത്രമല്ല, നിധി എല്ലാവരെയും അങ്ങ് എടുത്ത് സംഹാര താണ്ഡവമാവുന്ന ഒരു അടിപൊളി എപ്പിസോഡാട്ടോ. അങ്ങനെ നിധിയും നികേഷും ആ വീടിൻ്റെ പടിയിറങ്ങി പോകുന്നത് നോക്കി രാജീവനും ഹേമയും അരുണും തറഞ്ഞു നിന്നുപോയി. നിധിയുടെ കണ്ണുകളിൽ കണ്ട ആ കനൽ അവരുടെ ഉള്ളിൽ ഭയം നിറച്ചിരുന്നു. വീട്ടിലെത്തിയ നിധി ആകെ തകർന്നിരുന്നുവെങ്കിലും തൻ്റെ ഉള്ളിലെ വാശി അവളെ തളരാനൊന്നും അനുവദിച്ചില്ല. സുധീഷ് ആകെ പരിഭ്രമിച്ച് വീടിന് മുന്നിൽ നിൽക്കുന്നുണ്ടായിരുന്നു.
നിധിയുടെ കയ്യിലിരുന്ന ആ ഒരു കരി പിടിച്ച സർട്ടിഫിക്കറ്റ് കഷ്ണങ്ങൾ കണ്ടപ്പോൾ സുധീഷിന്റെ ചങ്ക് തകർന്നു. ഒന്നും ചോദിക്കാതെ സുധീഷ് അവളെ ചേർത്ത് പിടിച്ചു. നമുക്ക് ജീവിച്ച് കാണിച്ചു കൊടുക്കണം സുധീഷേട്ടാ. ഈ കടലാസല്ല എൻ്റെ ജീവിതമാണെന്ന് അവർക്ക് കാണിച്ചു കൊടുക്കണം, നിധി വിതുമ്പലോടെ പറഞ്ഞു. അടുത്ത കുറച്ച് ദിവസങ്ങൾ നിധിക്ക് പരീക്ഷണങ്ങളുടേതായിരുന്നു. സർട്ടിഫിക്കറ്റ് ഇല്ലാതെ ജോലി കിട്ടുക എന്നത് അസാധ്യമാണെന്ന് പലരും പറഞ്ഞു. എന്നാൽ നിധി വിട്ടില്ല. അവൾ പഴയ സുഹൃത്തുക്കൾ വഴി യൂണിവേഴ്സിറ്റിയിൽ ബന്ധപ്പെടുകയും സർട്ടിഫിക്കറ്റുകളുടെ ഡ്യൂപ്ലിക്കേറ്റിനായി അപേക്ഷിക്കുകയും ചെയ്തു. ഇതിനിടയിൽ തന്നെ സൂര്യ നാട്ടിലുണ്ടായിരുന്ന വാർത്ത സത്യമാണെന്ന് അവൾ തിരിച്ചറിഞ്ഞു. അരുൺ പറഞ്ഞതുപോലെ തന്നെ സൂര്യ ഇപ്പോഴും നിധിയെ സ്വന്തമാക്കാൻ വേണ്ടി കരുനീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. രാജീവന്റെ ബിസിനസ് തകർച്ചയിൽ നിന്ന് രക്ഷിക്കാൻ നിധിയെ സൂര്യന് വിട്ടുകൊടുക്കുക എന്നതായിരുന്നു അവരുടെ പുതിയ പ്ലാന്. ഒരു ദിവസം നിധി താമസിക്കുന്ന സുധീഷിന്റെ വീട്ടിലേക്ക് സൂര്യനെത്തി. നീ ആ ഡ്രൈവറുടെ കൂടെ എത്ര കാലം ഇങ്ങനെ കഴിച്ചുകൂട്ടും? നിനക്ക് വേണ്ടത് പണവും പദവിയുമല്ലേ എന്ന് സൂര്യയുടെ പരിഹാസത്തിന് നിധി നൽകിയത് കർണത്തടിച്ചതുപോലെയുള്ള മറുപടിയായിരുന്നു. നിന്റെ പണം കൊണ്ട് അളക്കാൻ പറ്റുന്നതല്ല എൻ്റെ സ്നേഹം. ഈ നിമിഷം നീ ഇവിടെ നിന്നും ഇറങ്ങിയില്ല എങ്കിൽ നിന്റെ മുഖം ഞാനങ്ങ് അടിച്ചു പൊട്ടിക്കും, നിധി ആക്രോശിച്ചു. സൂര്യ ദേഷ്യത്തോടെ തന്നെ അവിടെ നിന്നും ഇറങ്ങി. പിന്നീടുള്ള മാസങ്ങളിൽ നിധി രാപ്പകൽ കഷ്ടപ്പെട്ട് ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ഡാറ്റ എൻട്രി ജോലിക്കായി കയറി. അവിടെ തൻ്റെ കഴിവും ബുദ്ധിയും ശക്തിയും കൊണ്ട് തന്നെ അവൾ പെട്ടെന്ന് തന്നെ ശ്രദ്ധിക്കപ്പെട്ടു. ഇതിനിടയിൽ സർട്ടിഫിക്കറ്റുകളുടെ ഡ്യൂപ്ലിക്കേറ്റും കയ്യിൽ കിട്ടി. മാസങ്ങളങ്ങനെ കടന്നുപോയി. നിധി ഒരു വലിയ മൾട്ടിനാഷണൽ കമ്പനിയുടെ മാനേജർ തസ്തികയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. സുധീഷിനും നല്ല ട്രാവൽ ഏജൻസിയിൽ സ്ഥിരമായിട്ടൊരു ജോലിയും ലഭിച്ചു. പിന്നീട് ഈ ഒരു കഥയിൽ വലിയ മാറ്റം വരുന്നത് രാജീവന്റെ ബിസിനസ് തകരുന്നതോടുകൂടിയാണ്. സൂര്യ നൽകിയ വാഗ്ദാനങ്ങളെല്ലാം വെറും പാഴ്വാക്കുകളായിരുന്നുവെന്നും രാജീവന് മനസ്സിലായി. രാജീവന്റെ ബിസിനസ് എല്ലാം തകർന്ന് വീടെല്ലാം തന്നെ ജപ്തിയുടെ വക്കീലെത്തിയിരുന്നു. ഒടുവിൽ ഗതികെട്ട് ഹേമയും രാജീവനും നിധിയെ കാണാൻ വേണ്ടി ഓഫീസിലേക്കെത്തി. എയർ കണ്ടീഷൻ ചെയ്ത ആ ഒരു വലിയ ക്യാബിൻ പവർഫുള്ളായിരിക്കുന്ന മകളെ കണ്ടപ്പോൾ അവരുടെ തല കുനിഞ്ഞു പോയി. പഴയതുപോലെ തല്ലാനോ ശകാരിക്കാനോ ഉള്ള ധൈര്യമൊന്നും തന്നെ അവർക്കില്ലായിരുന്നു. നിധി സീറ്റിൽ നിന്നും എഴുന്നേറ്റ് വന്ന് അച്ഛൻ്റെയും അമ്മയുടെയും മുന്നിൽ വന്നു നിന്നു. അന്ന് നിങ്ങൾ കത്തിച്ചത് വെറും കടലാസല്ലായിരുന്നു, എൻ്റെ സ്വപ്നങ്ങളായിരുന്നു. പക്ഷേ അന്ന് ആ ചാരത്തിൽ നിന്നാണ് ഞാൻ ഉയർന്നെഴുന്നേറ്റത്, നിധി ശാന്തമായി പറഞ്ഞു. രാജീവൻ കരഞ്ഞുപോയി. മോളെ, ഞങ്ങൾക്ക് തെറ്റുപറ്റി. ആ വീട് രാജീവന് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. നിധി ഒരു ചെക്ക് ബുക്ക് എടുത്ത് അതിൽ ഒപ്പിട്ട് കൊടുത്തു. അത് ആ വീട് വീണ്ടെടുക്കാനല്ല, മറിച്ച് എൻ്റെ അച്ഛനും അമ്മക്കും തെരുവിൽ ഇറങ്ങേണ്ടി വരരുത് എന്നത് കരുതി മാത്രം. പക്ഷേ ആ വീട്ടിലേക്ക് ഇനി ഒരിക്കലും ഞാനുണ്ടാവില്ല. എനിക്കേതായാലും സുധീഷേട്ടനും അദ്ദേഹത്തിൻ്റെ കുടുംബവുമാണ് വലുത് എന്ന് നിധി ഉറപ്പിച്ചു പറഞ്ഞു. നിധി അവരെ പുറത്തേക്ക് യാത്രയാക്കുമ്പോൾ അവരുടെ ഉള്ളിൽ വല്ലാത്തൊരു ആശ്വാസമായിരുന്നു. പ്രതികാരം ചെയ്യുന്നതിനേക്കാൾ വലിയൊരു സന്തോഷം താൻ വിജയിച്ച് കാണിക്കുന്നത് തന്നെയാണെന്ന് അവൾ തിരിച്ചറിഞ്ഞു. സുധീഷ് പുറത്ത് അവൾക്കായി കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. നിധി അവൻ്റെ കയ്യിൽ പിടിച്ച് നടന്നകന്നു, തിരിഞ്ഞു നോക്കാതെ പുതിയൊരു ജീവിതത്തിലേക്ക്. അങ്ങനെ കാറ്റത്തെ കിളിക്കൂട് സീരിയലിൽ നമ്മൾ ഒട്ടും തന്നെ പ്രതീക്ഷിക്കാത്ത വമ്പൻ ട്വിസ്റ്റ് നിറഞ്ഞ എപ്പിസോഡുകളാണ് കേട്ടോ വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.